ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള ടോപ്പിക്കിലെ ഇൻസ്റ്റാൾമെന്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. RRB NTPC ജൂനിയർ എഞ്ചിനീയർ എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ഇലക്ഷൻ്റെത്, കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസോണസ്റ്റ് ഡീലർ, ദെൻ സെയിം സെല്ലിംഗ് പ്രൈസ് വരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലെ ഇൻസ്റ്റാൾമെന്റ്, അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്ലാസ്സുകൾ ഇതിനു മുമ്പേ തന്നെ ഈ സീരീസിലും ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ. അതുപോലെ തന്നെ ബേസിക് ക്ലാസ്സുകൾ നമ്മളുടെ ഓൺലൈൻ ആയിട്ടും അല്ലെങ്കിൽ യൂട്യൂബിലും അവൈലബിൾ ആണ്. നിങ്ങൾക്കത് നോക്കി കാണാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇൻസ്റ്റാൾമെന്റ് എന്താണെന്നും അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം, പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഇത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ദിശ ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്ലാസ്സുകളുടെയൊക്കെ ക്വാളിറ്റി എല്ലാം മനസ്സിലാക്കാവുന്ന രീതിയിൽ ഡെമോ ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി ഏറ്റവും മികച്ച രീതിയിൽ തയ്യാറെടുത്തുകൊണ്ട് ജോലി കിട്ടുക എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നവർക്ക് ഈ ക്ലാസ്സുകളൊക്കെ എടുത്ത് നോക്കാവുന്നതാണ്. ഈ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ കമൻറ്റും പറയാം, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ടോപ്പിക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇതിലെ മെത്തേഡും ഇതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. അല്ലെങ്കിൽ ഇതിന് ഒരുപാട് കാൽക്കുലേഷനും ഇക്വേഷനും ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. പക്ഷെ അത് എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്കിന്ന് ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗത്തിൽ നമുക്ക് ചെയ്യാം. ഞാനൊരു കാര്യം നിങ്ങളത് പറയാം, കുറച്ച് ടേംസ് നിങ്ങളെ പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു സാധനം, ഒരു കടയിൽ ഞാൻ പോയി, ഒരു സാധനത്തിന് 20,000 രൂപയാണെന്ന് വിചാരിക്കാം. അതിനകത്തുള്ള മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കൊടുക്കേണ്ട പൈസ 20,000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ നിന്നും ഏകദേശം 2,000 രൂപ ഞാൻ എന്ത് ചെയ്തു? ഡൗൺ പേയ്മെൻറ്റ് ചെയ്തു. 10%, ഇതിൻ്റെ 10%ആയിട്ടുള്ള 2,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം തന്നെ ഒരു സാധനം ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങുകയാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അതായത് എല്ലാ വർഷവും ഒരേ തുക തന്നെ അടച്ചുകൊണ്ട് ആ ഒരു ലോൺ അല്ലെങ്കിൽ ആ കടം വീട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിഷ്യലി വാങ്ങുന്ന സമയത്ത് കൊടുക്കുന്ന പൈസയാണ്. അതായത് വാങ്ങുന്ന സമയത്ത് തന്നെ നമ്മളൊരു 2,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നു. ഇതിനെയാണ് ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിമൈനിങ് ബാക്കി എത്ര ഉണ്ട്? 18,000 രൂപയുണ്ട്. 20,000 രൂപയിൽ 2,000 രൂപ പോയാൽ ബാക്കി 18,000 രൂപയാണ് നമ്മൾ ലോണായിട്ട് എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇത്രയും രൂപ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വെച്ച് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ നിങ്ങളിത് പറയും, ടോട്ടൽ ഇങ്ങനെയുള്ളൊരു കേസിൽ ടോട്ടൽ കടം, ടോട്ടൽ ഡെപ്റ്റ് ആഫ്റ്റർ എത്ര വർഷം? നമുക്ക് ഒരു 4 വർഷം. ടോട്ടൽ ഡെപ്റ്റ് ആഫ്റ്റർ 4 years ഈസ് 25,200 എന്ന് പറയും. ക്വസ്റ്റ്യനിൽ തരുവാണ്. ഇങ്ങനെയുള്ള കേസിൽ 4 വർഷം കഴിഞ്ഞിട്ട് 25,200 ആണ് അവിടുത്തെ ടോട്ടൽ കടമാവുന്നത്. റേറ്റ് ഒന്നും തന്നിട്ടില്ല. കുറേ ക്വസ്റ്റ്യനകത്ത് റേറ്റ് ഒക്കെ തരും. എന്നാൽ വാട്ട് ഈസ് ദ ആനുവൽ ഇൻസ്റ്റാൾമെന്റ്? ആനുവൽ ഇൻസ്റ്റാൾമെന്റ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞതല്ല, ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഒരു ടേംസ് ഒക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ 20,000 രൂപയുടെ സ്ഥാനത്തിന് നമ്മൾ ആദ്യം അടയ്ക്കുന്ന പൈസയെ നമ്മൾ ഡൗൺ പേയ്മെന്റ് എന്ന് പറയും. അപ്പോൾ ബാക്കിയുള്ള പൈസയാണ് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇത് റേറ്റിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. അപ്പോൾ അവർ ക്വസ്റ്റ്യൻ തരും, 4 വർഷം കഴിഞ്ഞിട്ട് എ ഡെപ്റ്റ് ഡ്യൂ എന്ന് വരും, ടോട്ടൽ ഡെപ്റ്റ് ഡ്യൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിനകത്ത് കാണാൻ പോകുന്ന കുറച്ച് ടേംസ് ആണ്.
ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് ഇത്രയും രൂപ ഡ്യൂ ഇൻ 4 years. ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. 4 വർഷം കഴിഞ്ഞ് 22,100 ആകുന്ന ഒരു കടം. ഇത് 22,100 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പൈസയല്ല. 4 വർഷം കഴിയുമ്പോൾ 22,100 ആകുന്ന ഒരു കടം, 7% ഇൻട്രസ്റ്റ് റേറ്റിൽ ഉള്ള ഒരു കടം, എന്ത് ഇൻസ്റ്റാൾമെന്റ് കൊടുത്താൽ. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും എന്ത് ചെയ്യണം? സെയിം ഇൻസ്റ്റാൾമെന്റാണ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് തന്നെ ഈ ഒരു കേസിൽ തന്നെ ഞാൻ ഇൻസ്റ്റാൾമെന്റിന്റെ ഈ ഒരു സെനാരിയോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇവിടെ ഞാൻ അസ്യൂം ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റിനകത്ത് ഇതാ ടോട്ടൽ ഡെപ്റ്റ് ഡ്യൂ ആഫ്റ്റർ 4 years ഇത്രയാണെങ്കിൽ എത്രയായിരിക്കണം അവിടുത്തെ ഇൻസ്റ്റാൾമെന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഈ ഒരു കണ്ടീഷൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് പറയാം, ഞാൻ 4 വർഷം കൊണ്ടാണ് ഈ ഒരു കടം തീർക്കുന്നത്. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് പോകുമ്പോഴും ഇതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി വരും. അപ്പോൾ 4 വർഷം കൊണ്ട് കടം തീർക്കുമ്പോൾ 1ാമത്തെ വർഷം, 2ാമത്തെ വർഷം, 3ാമത്തെ വർഷം, അതുപോലെ 4ാമത്തെ വർഷം, അങ്ങനെ 4 വർഷമാണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ അസ്യൂം ചെയ്യുവാണ്, ഞാൻ ആദ്യത്തെ വർഷം 100 രൂപയാണ് അടയ്ക്കുന്നതെന്ന് അസ്യൂം ചെയ്യുവാണ്. ജസ്റ്റ് അസ്യൂം ചെയ്യുവാണ്, ഞാൻ 100 രൂപയാണ് അടയ്ക്കുന്നത്. 2ാമത്തെ വർഷവും ഞാൻ 100 രൂപയാണ് അടയ്ക്കുന്നത്. 3ാമത്തെ വർഷവും 100 രൂപയാണ് അടയ്ക്കുന്നത്. 4ാമത്തെ വർഷവും 100 രൂപയാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്നാണ് അവർ പറയുന്നത്. അതായത് എല്ലാ മാസവും അല്ല എല്ലാ വർഷവും ഒരേ രൂപ തന്നെ അടയ്ക്കണം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും 400 രൂപയല്ലായിരുന്നു നമുക്ക് അടയ്ക്കേണ്ടത്. 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ, അങ്ങനെ 4 വർഷം കൊണ്ട് 4 × 100 400 രൂപയായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. പക്ഷേ എഫക്റ്റീവായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എഫക്റ്റീവായിട്ട് എത്ര രൂപയായിരിക്കും നമ്മൾ അടച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കേ. നമുക്ക് ഒരാൾക്ക് കടം തിരിച്ചു കൊടുക്കാനുണ്ട്. പക്ഷേ ഫസ്റ്റ് വർഷം നമ്മൾ ഈ 100 രൂപ അടയ്ക്കുന്നുണ്ടല്ലോ, അത് ഈ 4 വർഷത്തേക്കും ബാക്കി 3 വർഷത്തേക്കും നമ്മുടെ ലോൺ അവിടെ ഉണ്ട്. പക്ഷേ ഈ 3 വർഷത്തേക്കും എന്തുണ്ട്? ഈ കൊടുക്കുന്ന പൈസയ്ക്കും ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവും. നമുക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ അടയ്ക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും? അത് അടയ്ക്കുന്നതായിട്ട് കൂട്ടും. അതായത് ഈ 100 രൂപ അടയ്ക്കുന്നത്, 100 രൂപ ഞാൻ ആദ്യത്തെ വർഷം അടയ്ക്കുമല്ലോ, അത് ഈ 2ാമത്തെ വർഷം അതിന് എഫക്റ്റ് ഉണ്ട്, 3ാമത്തെ വർഷം എഫക്റ്റ് ഉണ്ട്, 4ാമത്തെ വർഷം അതിന് എഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ കടം ഒരുമിച്ച് ലാസ്റ്റ് 25,200 കൊടുക്കുമല്ല, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ കുറച്ച് പാർട്ട് നമ്മൾ നേരത്തെ അടയ്ക്കുന്നുണ്ട്. അതായത് ഈ 100 രൂപയ്ക്ക് എത്രയാണോ ഇവിടുത്തെ റേറ്റ്, അത്രയും രൂപയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഞാൻ 10% ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ക്വസ്റ്റിനകത്ത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% 10% എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 100 രൂപയ്ക്ക് ഇവിടെയുണ്ട് എന്ത്? ഇൻട്രസ്റ്റ്. അതായത് 100 രൂപയുടെ 10%. 100 രൂപയുടെ 10% എത്ര രൂപയാണ്? 10 രൂപയാണ്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാൻ പറ്റത്തില്ല, മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 100ന്റെ 10% 10 രൂപയാണ്. അങ്ങനെ 10 രൂപ വെച്ച് എത്ര വർഷത്തേക്ക് കിട്ടും? ഈ വർഷം. അതായത് ഇൻട്രസ്റ്റ് നമുക്ക് അടച്ചതായിട്ട് എന്ത് ചെയ്യും? നമ്മൾ എഫക്റ്റീവ്ലി അവർക്ക് അടച്ചതായിട്ട് കണക്കാക്കും. ഇനി അടുത്ത ഈ 100 രൂപയ്ക്കോ? ഈ ഒരു കാര്യം പഠിച്ചാൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റിനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച് തന്നെ എല്ലാ ക്വസ്റ്റിനും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 100 രൂപ രണ്ടാമത് ഈ അടയ്ക്കുന്ന 100 രൂപയോ ഈ വർഷവും 2ാമത്തെ വർഷവും 4ാമത്തെ വർഷവും അതിന് ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവും, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടച്ചതായിട്ട് കൂട്ടും, അല്ലെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പിളിൽ നിന്നും നമ്മുടെ കടത്തിൽ നിന്നും അത് കുറഞ്ഞതായിട്ട് കൂട്ടും, അല്ലെങ്കിൽ നമ്മൾ അത് അടച്ചതായിട്ട് കൂട്ടും. കാര്യം അതിനും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 10 വെച്ചിട്ട് എത്ര വർഷത്തേക്ക്? 2 വർഷത്തേക്ക്. ഇനി 10 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10%. ഇനി 3ാമത്തെ വർഷം ഈ അടയ്ക്കുന്ന 100 രൂപയോ? ഈ അടയ്ക്കുന്ന 100 രൂപയ്ക്ക് 4ാമത്തെ വർഷം എന്തുണ്ട്? അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് 10 രൂപ 4ാമത്തെ വർഷത്തെ 10 × 1. ഈ ഒരു 100 രൂപ നമ്മൾ അടച്ചെന്ത് ചെയ്യുകയാണ്? ക്ലോസ് ചെയ്യുകയാണ്. ഇതിന് വേറെ ഇൻട്രസ്റ്റ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എത്ര രൂപ എഫക്റ്റീവായിട്ട് അടച്ചതായിട്ട് വരും? 100 × 4 400ഉം അതിൻ്റെ കൂടെ ആരെയും കൂടെ അടച്ചതായിട്ട് വരും? 30, 10 × 2 20 + 10, അതായത് 30ഉം 20ഉം 50ഉം 10ഉം 60 രൂപ. അതായത് 460 രൂപ നമ്മൾ അടച്ചതായിട്ട് വരും. പക്ഷെ നമ്മൾ ഓൾറെഡി എത്ര അടച്ചിട്ടുള്ളൂ? 100 × 4 400 അടച്ചിട്ടുള്ളൂ. എന്നാലും അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ വരുന്നതുകൊണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, ഇൻട്രസ്റ്റ് കൂടെ വരുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ഓരോ വർഷവും ഇവിടെ ഇതിന് ബാക്കി 3 വർഷത്തെ ഇൻട്രസ്റ്റ്, ഇവിടെ ബാക്കി 2 വർഷത്തെ ഇൻട്രസ്റ്റ്, ഈ 100ന് ലാസ്റ്റ് 1 വർഷത്തെ ഇൻട്രസ്റ്റ്. അങ്ങനെ 460 രൂപ നമ്മൾ എഫക്റ്റീവായിട്ട് ആ കടം തീർത്തു, അല്ലെങ്കിൽ ആ കടത്തിൻ്റെ വാല്യൂ 460 രൂപ വരുന്ന രീതിയിൽ എന്ത് ചെയ്യും? നമ്മൾ അടച്ചു കാണും. അപ്പോൾ ഇനി ക്വസ്റ്റിനിൽ നിന്നും 460, ഇപ്പോൾ 460 ആയിരുന്നു ടോട്ടൽ കടമെങ്കിൽ നമ്മൾ 100 വെച്ച് അടച്ചാൽ മതിയായിരുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥം. 460 ആണ് ടോട്ടൽ കടമെങ്കിൽ റേറ്റ് 10%, 4 വർഷമാണ്
സമയമെങ്കിൽ നമ്മൾ എത്ര രൂപ അടച്ചാൽ മതിയായിരുന്നു? 100 രൂപ വെച്ച് 4 വർഷം അടച്ചാൽ മതിയായിരുന്നു. പക്ഷെ അടയ്ക്കുന്നത് 400 രൂപയാണ്. എഫക്റ്റീവായിട്ട് 460 രൂപയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കടമായിട്ട് തീർക്കുന്നത്. അപ്പോൾ ഈ 460ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നേക്കുന്നത്. 4 വർഷം കഴിഞ്ഞുള്ള കടം എത്ര? 25,200. ഒരിക്കലും 400 അല്ല, നമ്മൾ അടയ്ക്കുന്ന ഈ 400ൻ്റെ വാല്യൂ അല്ല ഈ കടം എന്ന് പറയുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റ് കൂടെ ചേർത്തുള്ള വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും. അതായത് 460 ആണ് നമ്മളുടെ 25,200. എന്നാൽ ഓരോ വർഷം അടച്ച എത്ര രൂപയാണ്? 100 രൂപ വെച്ചാണ്. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഇതേപോലെ അസ്യൂം ചെയ്യുകയാണ് 100 രൂപ വെച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു കേസ് പഠിച്ചോളാം. ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചോളാം. ആദ്യം അടയ്ക്കുന്ന 100ന് ബാക്കി 3 വർഷം നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. 5 വർഷമായിരുന്നെങ്കിൽ ആദ്യം അടയ്ക്കുന്നതിന് ബാക്കി 4 വർഷം ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി, ബാക്കി എല്ലാ ക്വസ്റ്റിനും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എഫക്റ്റീവായിട്ട് 460 രൂപ അടയ്ക്കുന്നു. ഈ 460 എന്ന് പറഞ്ഞാൽ നമ്മളുടെ കടത്തിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ 460ൻ്റെ വാല്യൂ ആണ് 25,200. അതായത് ആ കടം അത്രയും ആവും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ എന്നും ഒരു പ്രശ്നമായിട്ട് ഈ ചാപ്റ്റർ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ടോപ്പിക്കൽ എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വാട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് 22,100 ഡ്യൂ ഇൻ 4 years അറ്റ് 7% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കടമാണ്, 4 വർഷം കഴിഞ്ഞിട്ടുള്ള കടമാണ് ഈ തന്നിട്ടുള്ളത്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവസാനം ഇക്വേറ്റ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് നോക്കൂ. 4 വർഷമാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യത്തെ വർഷം 100 രൂപ അടച്ചു, രണ്ടാമത്തെ വർഷം 100 രൂപ അടച്ചു, മൂന്നാമത്തെ വർഷം 100 രൂപ അടച്ചു, നാലാമത്തെ വർഷം 100 രൂപ അടച്ചു. ഇത് ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ അടയ്ക്കുന്നു, തേർഡ് ഇയറിൽ അടയ്ക്കുന്നു, ഫോർത്ത് ഇയറിൽ അടയ്ക്കുന്നു. അസ്യൂം ചെയ്യുവാണ് എല്ലാം സെയിം വാല്യൂ ആണ് അടയ്ക്കുന്നത്, ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഈ 100 രൂപയ്ക്ക് ബാക്കി 3 വർഷത്തെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എത്ര രൂപ വെച്ചാൽ കിട്ടുന്നത്? 100ൻ്റെ എത്രയാണോ ഉള്ളത് അതിൻ്റെ റേറ്റ് പെർസെൻറ്റേജ്, 100ൻ്റെ 7%. ഇപ്പോൾ 100 × 7/100 അല്ലെങ്കിൽ 7 രൂപ. അപ്പോൾ അല്ലെങ്കിൽ 7 യൂണിറ്റ് വെച്ച് എന്ത് ചെയ്യും? 3 വർഷത്തേക്ക് ഈ ഒരു 100ന് ബാക്കി എഫക്റ്റീവായിട്ട് ഇൻട്രസ്റ്റ് കിട്ടും. ഇവിടെ 2 വർഷത്തേക്ക്, ബാക്കി 2 വർഷത്തേക്ക് 7 വെച്ച്, 7ആണ് ഒരു വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഈ 100ന് ഒരു വർഷത്തേക്ക്, ബാക്കിയുള്ള 4ാമത്തെ വർഷത്തേക്ക് 1 വർഷത്തേക്ക് 7 വെച്ച് കിട്ടും. ഇതിന് വേറെ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ടോട്ടൽ എത്ര രൂപ അടച്ചു കാണും എഫക്റ്റീവായിട്ട്? കടത്തിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? ടോട്ടൽ നമ്മൾ അടയ്ക്കുന്ന 100 വെച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ ആ കടം എത്രൻ്റെ ആയിരുന്നേനെ? 100 വെച്ചാണ് ഓരോ വർഷവും അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ എത്ര കടമായിരുന്നേനെ ആ ഒരു സമയത്ത് നമ്മൾ തീർക്കുന്നത്? 100 രൂപ 100 രൂപ 100 രൂപ 100 രൂപ 400ആയി. അതിൻ്റെ കൂടെ 21, 14, 35, 7, 42. അതായത് 442ൻ്റെ കടമായിരുന്നെങ്കിൽ നമുക്ക് 100 രൂപ വെച്ച് വർഷം അടച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ 442ൻ്റെ വാല്യൂ ആണ്, ആ കടത്തിൻ്റെ വാല്യൂ ആണ് 4 വർഷം കഴിയുമ്പോഴുള്ള 7% വെച്ചുള്ള കടത്തിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 221,000. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണം? അടയ്ക്കുന്ന ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് 100 നമ്മളുടെ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം 442 ഗുണം 5 ആണിത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1/2, 222ൻ്റെ ഇരട്ടിയാണ് 442. 1/2 എന്ന് എഴുതാം. 10/2 5 എന്ന് കിട്ടും. ആൻസർ 5 കഴിഞ്ഞിട്ട് 3 0, ഓപ്ഷൻ എ. അതായത് 5000 രൂപ വെച്ച് 4 വർഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും 5000 രൂപ വെച്ച് അടച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കടം നമുക്ക് തീർക്കാം. നിങ്ങൾ തന്നെ ഒന്ന് സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കൂ. 5000 രൂപ വെച്ച്, ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ 5000 രൂപ വെച്ച് ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ ആൻസർ 22,100 ഡിവൈഡഡ് ബൈ 4 എന്ന് കൊടുക്കരുത്. 22,100 ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 5, 21-നകത്ത് 5, 10-നകത്ത് 4, 2, 20-നകത്ത് 4, 5, 5525. പക്ഷെ നമ്മൾ എത്ര അടയ്ക്കുന്നുള്ളൂ? 5000 അടയ്ക്കുന്നുള്ളൂ. അതിൻ്റെ കാര്യം എന്താ? നമുക്ക് 5525 വെച്ച് അടയ്ക്കേണ്ട കാര്യമില്ല ഈ ഒരു കടം തീർക്കാൻ. 4 വർഷം കഴിയുമ്പോഴുള്ള കടത്തിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഇനിഷ്യൽ പ്രിൻസിപ്പിൾ അല്ല, പ്രിൻസിപ്പിൾ എമൗണ്ട് അല്ല ഇത്. അതുകൊണ്ടാണ് ഒരുപാട് പേർക്കും തെറ്റുന്നത്. 4 വർഷം കഴിഞ്ഞ് ഇത്രയാവുന്ന ഒരു കടം, അപ്പോൾ അത് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് ഇത്രയാവുന്നത്. നമ്മൾ 5000 രൂപ വെച്ച് അടച്ചാലും 4 വർഷമാകുമ്പോൾ 20,000 രൂപയെ അടയ്ക്കത്തുള്ളൂ. 22,100 നമ്മൾ അടയ്ക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയുള്ള കടം തീരുന്നത്? നമുക്ക് ആദ്യം അടയ്ക്കുന്ന, ഫസ്റ്റ് ഇയറിൽ അടയ്ക്കുന്ന പൈസയ്ക്ക് ബാക്കി 3 വർഷത്തെ ഇൻട്രസ്റ്റ് കൂടെ വരുന്നുണ്ട്. രണ്ടാമത് അടയ്ക്കുന്ന പൈസയ്ക്ക് ബാക്കി 2 വർഷത്തോടെ ഇൻട്രസ്റ്റ് അതിനകത്ത് ഓൾറെഡി അടച്ചു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ കടം ആവുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കടത്തിൻ്റെ മറ്റേതുമായിട്ട് ക്യാൻസലായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് 20,000 രൂപ നമ്മൾ അടച്ചാലും എന്ത് ചെയ്യുന്നത്? ആ 22,100ൻ്റെ കടം അങ്ങ് ഫിനിഷ് ആവുന്നത്. നമ്മൾ 5525 വെച്ച് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിലും കുറച്ച് അടച്ചാൽ മതി. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവുന്നതുകൊണ്ടാണ്
ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഇതേപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ഇനി വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ നിങ്ങൾ ചെയ്യും. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാനിത് പറഞ്ഞുതരാം. ഇപ്പോൾ കൺസെപ്റ്റ് മെയിനായിട്ട് നിങ്ങളെ എത്തിക്കുക എന്നതായിരുന്നു ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കേട്ട് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. വാട്ട് ആനുവൽ പേയ്മെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് ₹22,000 ഡ്യൂ ഇൻ 5 years? ഒരിക്കലും നിങ്ങൾ 22,000/5 ചെയ്ത് വെക്കരുത്. കാര്യം അത് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കാര്യം ഇൻട്രസ്റ്റ് ഇവിടെ വരുന്നുണ്ട്. ഫസ്റ്റ് ഇയർ അടയ്ക്കുന്നതിന് ബാക്കിയുള്ള വർഷങ്ങളിൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതിയിട്ട് ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ഈക്വൽ ആണെന്ന് പറഞ്ഞ് ചെയ്യരുത് കേട്ടോ. കുറേ പേർക്ക് അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ വാട്ട് ആനുവൽ പേയ്മെൻറ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് rupees ഇത്രയും ഡ്യൂ ഇൻ 5 years അറ്റ് 5% സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇത്രയും രൂപയാണ് നമുക്ക് ഡെപ്റ്റ്. 5 വർഷമാണ്, 5% ആണ്. ഇപ്പം നമ്മളുടെ പരിപാടി തന്നെ. ഇപ്പം ഈ 100 എഴുതുന്ന പരിപാടിയൊക്കെ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ മാറ്റി കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ 100 അടച്ചു, സെക്കൻഡ് ഇയറിൽ 100 അടച്ചു, തേർഡിൽ 100 അടച്ചു, 4ാമത്തേൽ 100 അടച്ചു, 5ാമത്തെ വർഷം എന്ത് ചെയ്തു? 100 രൂപ വെച്ച് അടച്ചു. പക്ഷേ ഈ 100ന് ബാക്കി 4 വർഷത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ 100ൻ്റെ 5% വെച്ച് കിട്ടും. എന്താണോ 100 അതിൻ്റെ റേറ്റ് പെർസെൻറ്റേജ് കിട്ടും. 100ന് 5% 5ആണ്. ഇവിടുത്തെ 100ന് ബാക്കി 3 വർഷത്തെ എത്ര വെച്ച് കിട്ടും? 5 രൂപ വെച്ച് കിട്ടും. ഈ 100ന് ബാക്കി 2 വർഷത്തെ 5 രൂപ വെച്ച് കിട്ടും. വീണ്ടും കാണുക. അപ്പോൾ ഈ ഒരു ഓൺലൈനായിട്ടുള്ള വീഡിയോയുടെ പ്രത്യേകത ഇതാണ്. നിങ്ങൾക്ക് വീണ്ടും കണ്ടുപഠിക്കാം. ഈ 100ന് ഈ ഒരു വർഷത്തേക്ക് 5 കിട്ടും. ഈ 100ന് ഒന്നും കിട്ടത്തില്ല. ഇപ്പോൾ ടോട്ടൽ എത്ര രൂപ നമ്മൾ അടച്ചേനെ എഫക്റ്റീവായിട്ട്? ഇവിടുത്തെ 500ഉം അതിൻ്റെ കൂടെ 4, 3, 9, 10. അതായത് 10 × 5 അല്ലെങ്കിൽ കൂട്ടി നോക്കാം. എല്ലാത്തിനും 5 കോമ എടുത്താൽ 5 × 4 + 3 + 2 + 1 4, 3, 7, 2, 9 10. 5 × 10 50 രൂപ നമ്മൾ അധികം അടച്ചു. അതായത് 550 രൂപ നമ്മൾ അടച്ചേനെ. നമ്മുടെ കടത്തിൻ്റെ വാല്യൂ 550 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? 100 രൂപ വെച്ച് അടച്ചാൽ മതിയായിരുന്നു. ഇതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഈ 550ൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. 220.00 നമുക്ക് 100ൻ്റെ വാല്യൂ ആനുവൽ പേയ്മെൻറ്റ് എന്താണ്? 100 രൂപ. 550 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 11 വെച്ച് കിട്ടുമ്പോൾ 2, 11 വെച്ച് കിട്ടുമ്പോൾ 5, ഒരു 0 കളയാം. 20/5 4 വരും. 4 കഴിഞ്ഞിട്ട് കുറച്ച് പൂജ്യങ്ങളായിരിക്കും. 4 കഴിഞ്ഞിട്ട് 3 0. ഓപ്ഷൻ എ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അപ്പം 4000 വെച്ച് 5 വർഷം അടച്ചാൽ 20,000 രൂപ ആവത്തുള്ളൂ. പക്ഷേ ഈ ഇൻട്രസ്റ്റിൻ്റെ കേസ് വരുന്നത് കൊണ്ടാണ് അത് 22,000 രൂപയ്ക്ക് എന്താവുന്നത്? സമാനമാവുന്നത്. മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. കൺസെപ്റ്റ് മനസ്സിലായാൽ ഡെപ്റ്റ് ഇത്രയാണ്, 5 വർഷത്തേക്കാണ്, 5% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ 100 വെച്ച് അടയ്ക്കുന്നെങ്കിൽ 5 വർഷം നമ്മൾ 500 അടച്ചു. അതിൻ്റെ കൂടെ 5 വെച്ചിട്ട് 100ൻ്റെ 5%, 5 വെച്ചിട്ട് ഫസ്റ്റിന് 4 വർഷത്തേക്ക്, ബാക്കി 4 വർഷത്തേക്ക്, മറ്റേതിന് 3 വർഷത്തേക്ക്, മറ്റേ 2 + 1. അപ്പം 5 വർഷമാണെങ്കിൽ 4, 3, 2, 1 എഴുതുക. 6 വർഷമാണെങ്കിൽ 5 മുതൽ 5, 5, 4 അങ്ങനെ എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? 7, 2, 9, 1, 10, 550. 550ൻ്റെ വാല്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ 5 11 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 5ൻ്റെ വാല്യൂ ആണ് 2. അതായത് 5ൻ്റെ വാല്യൂ ആണ് 20. 5 × 4 ആണ് 100ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനെന്ത് ചെയ്യുക? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 കഴിഞ്ഞിട്ട് കുറേ പൂജ്യങ്ങളായിരിക്കും ആൻസർ. അത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡാണ്. അപ്പോൾ അതിലെനിക്കൊന്നും പറയാനില്ല. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ എഴുതിയിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ എൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ട്, അതൊക്കെ നിങ്ങളുടെ കാൽക്കുലേഷനെയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കാൽക്കുലേഷൻ നിങ്ങളുടെ ഏരിയ ആണ്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്തിരിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ആനുവൽ പേയ്മെൻറ്റ് ഓഫ് ₹8,000 ഇൻ 6 years at 6% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ്. ഇവിടെ എന്താ? ഇവിടെ ആ കടത്തിൻ്റെ വാല്യൂ, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദ ഡെപ്റ്റ്. ഇവിടെ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് 100ൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് വേണം? ആ ഒരു കടത്തിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. എന്ത് ചെയ്യാം? ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാം. 6 വർഷമല്ലേ, 6% അല്ലേ. ഞാൻ പറയുന്നു 100 വെച്ചാണ് അടയ്ക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് മൊത്തം എഴുതാം. 100 ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. 100 നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര എഴുതുന്നതും ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം. 2, 3, 4, 5 6ാമത്തെ വർഷം. ഈ ഫസ്റ്റ് വർഷം അടയ്ക്കുന്ന പൈസയ്ക്ക് ബാക്കി 5 വർഷത്തേക്ക് 100ൻ്റെ 6%, 6 രൂപ വെച്ച് കിട്ടും. ഇവിടെ 4 × 6, ബാക്കി 3 × 6, ഇവിടെ ബാക്കി 2 വർഷത്തേക്ക് ഇവിടെ 1 × 6. ഇത്രയും എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്തുകൂടെ? 6 വർഷത്തേക്ക് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. 6 വർഷത്തേക്ക് 100 രൂപ വെച്ച് 600 രൂപ. ഇങ്ങനത്തെ ക്ലാസ് നിങ്ങൾ എവിടെ തപ്പും? നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. റെയിൽവേയിലേക്ക് ഈ ലെവലിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലാസ് നോക്കിയാൽ മതി.
യെസ്. അപ്പോൾ 600 രൂപ 6 വർഷത്തേക്ക്. എന്നിട്ട് എത്ര ഇൻട്രസ്റ്റ് വരുന്നത്? നമുക്ക് 6 രൂപ വെച്ചാണ്, 100ന്റെ 6%, 6 രൂപ വെച്ച് 6 വർഷം ആയതുകൊണ്ട് 5 വർഷത്തേക്ക്, 4 വർഷത്തേക്ക് 3, 2, 1 ഇങ്ങനെ ചെയ്താലും മതി. എന്ത് കിട്ടും? 9, 12, 14, 15. 15 ഗുണം 6 90 ആണ്. 600ഉം 90ഉം 690 ആയേനെ ആ ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഡെപ്റ്റിൻ്റെ വാല്യൂ അല്ല തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ദ ആനുവൽ പേയ്മെൻറ്റ് ഓഫ് ₹8000, അതായത് ഓരോ വർഷവും അടയ്ക്കുന്ന പൈസയാണ് ഈ 8000 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ 100ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത്. നമ്മളിവിടെ 100 അടയ്ക്കുന്നതെങ്കിൽ 690 ആയിരുന്നു ആ ഒരു കടം എന്ന് പറയുന്നത്, 6% വെച്ച് 6 വർഷത്തേക്ക്. അപ്പോൾ 100ന്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യന് തന്നിട്ടുള്ളത് 8000. നമുക്ക് എത്രൻ്റെ വാല്യൂ വേണം? നമുക്കുള്ള കടം എത്രയാണ്? കടം എത്രയാണ്? 690. 100 നമ്മൾ ആനുവൽ പേയ്മെൻ്റ് എങ്കിൽ 690 ആയിരിക്കും നമ്മളുടെ എന്തെന്ന് പറയുന്നത്, കടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, 2 0 കാണും. 9 ഗുണം 8 72. 2 0 0 നമ്മൾ ആൻസർ ഉള്ളത്. അങ്ങനെയുള്ള ഓപ്ഷൻ ചെയ്തുണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ചെയ്തോ. 69 2 0 ഉണ്ട്, 8 9 72 2 7 8 6 47 55. അതായത് 55,200 രൂപ 6 വർഷം കഴിഞ്ഞ് 6% പെർ റേറ്റിൽ ആവുന്ന ഒരു കടം തീർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 8000 രൂപ വെച്ച് 6 വർഷത്തേക്ക് ഈക്വലായിട്ട് അടയ്ക്കണം. ഈക്വലായിട്ട് അടയ്ക്കുമ്പോൾ 6 ഗുണം 8 എന്ന് പറഞ്ഞാൽ 48,000 നമ്മൾ അടയ്ക്കുന്നുള്ളൂ. പക്ഷേ എക്സ്ട്രാ ആയിട്ട് ഈ ഒരു ഇൻട്രസ്റ്റിൻ്റെ കൺസെപ്റ്റ്, അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിനെ എന്താക്കുന്നത്? സിമ്പിൾ ആക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. യെസ്, ചെറിയ ചെറിയ ടോപ്പിക്കുകൾ നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. ഹൗ മച്ച് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ്? ഇപ്പോൾ ഈ ഒരു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സെറ്റ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും. നിങ്ങൾ എക്സാമിന് മുമ്പേ ഈ പ്ലേലിസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യും? യൂസ്ഫുൾ ആയിരിക്കും, ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പെയ്ഡ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അറിയാൻ പറ്റും. യെസ്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഹൗ മച്ച് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് നെയിം കാണാം. ഇതേപോലെ NTPC ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാസ് കൂടെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഒരു പാർട്ട് 2 ഞാൻ എടുക്കാം. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊരു പാർട്ട് 2 ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഹൗ മച്ച് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് വിൽ ഡിസ്ചാർജ് എ ഡെപ്റ്റ് ഓഫ് ₹9600 ഇൻ 5 years അറ്റ് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആം. അപ്പോൾ എത്ര ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം? ഡെപ്റ്റ് തന്നിട്ടുണ്ട്, 5 വർഷമാണ്, 10% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ ചെയ്യിപ്പിച്ചു. ഇനി നമുക്ക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ വന്നതാണെന്ന് വിചാരിക്കുവാണ്. അപ്പോൾ എക്സാമിൻ്റെ മെത്തേഡിൽ ഞാൻ ഇനി ചെയ്തോട്ടെ. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? 10% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്, 5 വർഷമാണ്. അപ്പോൾ 100 വെച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ 100 ഗുണം 5 500 അടയ്ക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 100ന്റെ 10%, അതായത് 10 രൂപ വെച്ച് എത്ര വർഷത്തേക്ക്? ആദ്യത്തെ അടയ്ക്കുന്നതിന് 4 വർഷം കണ്ടോ. 5 വർഷമാണെങ്കിൽ 4 + 3 + 2 + 1. അപ്പോൾ എന്ത് കിട്ടും? 4 3 7 2 9 1 10. 10 ഗുണം 10 100, അതായത് 600 എന്ന് കിട്ടും. 600 നമ്മുടെ ഡെപ്റ്റ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 600ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്, 96,000. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. 600ന്റെ വാല്യൂ ഇതാണെങ്കിൽ 6നെ 16 കൊണ്ട് ഗുണിച്ചേക്കോ 96. 6നെ 16 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ 6നെ 16 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടുന്നത്? നമുക്ക് 600ന്റെ വാല്യൂ ആണ് ഈ തന്നിട്ടുള്ളത്. നമുക്ക് 100ന്റെ വാല്യൂ വേണം. 100ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 600ന്റെ വാല്യൂ ഇതാണെങ്കിൽ ഇതിനെ 16 കൊണ്ട് ഗുണിച്ചേക്കുക. അപ്പോൾ 100നെ എന്തുകൊണ്ട് ഗുണിക്കണം? 16 കൊണ്ട് ഗുണിച്ച് ഓപ്ഷൻ ബി 1600 ആൻസർ കിട്ടും. എക്സാമിന് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് 600ന്റെ വാല്യൂ ആണ്, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? 96,000. നമുക്ക് 100ന്റെ വാല്യൂ ആണ്. പുതുതായിട്ട് വന്നവർക്ക് ഇങ്ങനെയൊക്കെ എഴുതിയെങ്കിലേ വരത്തുള്ളൂ. പക്ഷെ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ എത്രത്തോളം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തിട്ട് സെറ്റാക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഇനി നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കത്തില്ല. ഇതിൻ്റെ ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൈ ലെവൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. റേറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പ്രീവിയസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അതുണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ അത് CGL ലെവലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി തന്നെ ചാനലിൽ ലഭ്യമാണ്, നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ക്ലാസ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ടുള്ള നേരത്തെ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണുക, എല്ലാം കണ്ട് പഠിക്കുക. അത് മാത്രം ചെയ്താൽ മതി. എല്ലാം മുഴുവനായിട്ട് കണ്ട് പഠിക്കുക, നോട്ട് എഴുതി പഠിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇത് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനും ക്വാളിറ്റിയിൽ ബാക്കി ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുക. ഒരുപാട് പേര് ഇത് ഇഗ്നോർ ചെയ്ത് പോവാണ്, എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.